വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു. കുറേ നാളുകൾക്ക് ശേഷമാണ് ഒരു ലോങ് വീഡിയോ ചെയ്യുന്നത്. ലോങ് വീഡിയോ മാത്രമല്ല, ഷോർട്സും ഇപ്പോൾ ചെയ്യാറില്ല. പിന്നെ അതെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് കുറച്ച് എക്സാമും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതിൻ്റെ പ്രിപ്പറേഷനും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അതുകൊണ്ട് ഞാൻ വീഡിയോസ് ഒന്നും ഇടാറില്ലായിരുന്നു. അപ്പം ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. പിന്നെ ഇന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് വലിയ കാര്യങ്ങളൊന്നുമില്ല. ഇന്ന് നമുക്ക് കുറച്ച് പയർ കിട്ടിയിട്ടുണ്ട്, നല്ല കൊച്ചു നാടൻ പയർ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ പയർ തോരൻ സ്പെഷ്യലാണ് ഇന്നത്തെ ചാനൽ. അപ്പം എല്ലാവരും കുഞ്ഞുങ്ങളും മക്കളും ചേച്ചിമാരും ചേട്ടന്മാരും ഒക്കെ ഓഫീസിലും സ്കൂളിലും ഒക്കെ പോയി എല്ലാം കഴിഞ്ഞു. ഞാനും ഇവിടെ രാവിലെ ഒരുത്തനെ സ്കൂളിൽ വിടുന്ന തന്ത്രപ്പാടിലായിരുന്നു. അപ്പോൾ അവന് കിഴങ്ങ് മെഴുക്കുവരട്ടി രസം അതൊക്കെ മതി. അവരുടെ സ്കൂളിൽ മുട്ടയും മീനും ഒന്നും പറ്റാത്തത് കൊണ്ട് അവന് എന്തെങ്കിലും സാമ്പാറോ പരിപ്പോ പപ്പടോ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ അതൊക്കെ രാവിലെ ഉണ്ടാക്കി. ഇതിപ്പോൾ ഞങ്ങൾക്ക് സ്പെഷ്യലാണ് പയറുതോരൻ, രസം, ചമ്മന്തി ഇന്നത്തെ സ്പെഷ്യലാണ്. അപ്പോൾ പയറുതോരൻ വെക്കുന്നത് എങ്ങനെ നോക്കാം. നമ്മുടെ തോരന് വേണ്ടിയുള്ള പയറും പിന്നെ ഒരു ക്യാരറ്റ് ഇരുന്നു, അതും കൂടെ ഞാൻ കൊത്തി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ സവാള പച്ചമുളകോടെ കൊത്തി അരിഞ്ഞ് വെച്ചേക്കുവാണ്. അപ്പോൾ നമുക്കിത് അടുപ്പിലോട്ട് മാറ്റാം. പ്രത്യേകിച്ച് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് അതിനകത്ത് കുറച്ച് കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് മെഴുക്ക് പുരട്ടി വെച്ച പാനാണ്. അപ്പം ഞാനത് കഴുകിയില്ല, അതിനകത്ത് കുറച്ച് എണ്ണ ഉണ്ടായിരുന്നു. അപ്പോൾ അതിനകത്ത് തന്നെ തോരൻ വെക്കാമെന്ന് വിചാരിച്ചു. കടുക് പൊട്ടിയതിന് ശേഷം നമ്മൾ ഈ അരിഞ്ഞ് വെച്ചേക്കുന്ന പയറും ക്യാരറ്റും എല്ലാം കൂടെ ഇട്ട് കൊടുക്കാം. ചെറുതായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം നമ്മളിങ്ങനെ വെച്ച് കൊടുക്കുക. അത് എണ്ണയിൽ കിടന്നിട്ട് വേവും. ചിലർ വെള്ളം ഒഴിച്ച് കൊടുക്കാറുണ്ട്, പക്ഷേ ഞാൻ വെള്ളം ഒഴിക്കാറില്ല, എണ്ണയാണ് ഞാൻ ഉപയോഗിക്കുന്നത്. പയറുതോരനെ നമ്മൾ അടച്ചു വെച്ച് വേവട്ടെ. അതിന് ശേഷം നമുക്ക് അരപ്പിട്ട് കൊടുക്കാം. ആ വെന്തതിനകത്തോട്ട് നമുക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം. അരപ്പ് എന്താണെന്ന് നിങ്ങൾക്കറിയാം, എന്നാലും ഞാൻ പറയും. നമ്മുടെ തേങ്ങായും ഒരു വെളുത്തുള്ളിയുടെ അല്ലി, അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടി, വേണമെന്നുള്ളവർക്ക് മുളക് പൊടിയും ചേർക്കാം. അതുകൂടെ ചേർത്ത് ഇളക്കിയെടുക്കാം. കൂടെ ചേർത്തൊന്ന് മൂടി വെക്കാം. ഈ അരപ്പൊന്ന് വേവാൻ വേണ്ടി ചെറുതീയിൽ നമുക്ക് മൂടി വെക്കാം. പയറുതോരൻ റെഡി ആയിട്ടുണ്ട്. നമുക്കൊന്ന് ഇളക്കിയെടുക്കാം, നല്ല രീതിയിൽ ഇളക്കിയെടുക്കാം. സൂപ്പറായിട്ടുണ്ട് പയറുതോരന്. നിങ്ങളും ട്രൈ ചെയ്ത് നോക്കൂ. എല്ലാവരും വെക്കുന്നതാണ്, പിന്നെ ഞാൻ ഇന്നൊരു വ്ളോഗ് എടുക്കാൻ വേണ്ടിയിട്ട് ചെയ്തേ ഉള്ളൂ. ചിലരൊക്കെ ഇതിനകത്ത് ജീരകമൊക്കെ ഇടാറുണ്ട്, പക്ഷെ ഞങ്ങളാരും ഇടാറില്ല. അപ്പം നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾ വെച്ച് നോക്കുക. അപ്പോൾ ഇന്നത്തെ എൻ്റെ വ്ളോഗ് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക, ഇഷ്ടമല്ലെങ്കിൽ അറിയിക്കുക. അപ്പം അടുത്ത വീഡിയോ കാണുന്നിടം വരെ ബൈ ബൈ.